ഇതുണ്ടാക്കി. ക്യാമറ ഓണാണെന്ന് കണ്ടേക്കനെ ഓൻ എയറിലാവെന്ന് വിചാരിച്ചിട്ട് ഓൻ വേഗം അവിടെ നിന്ന് ഓടി. അങ്ങനെ അതുണ്ടാക്കാനുള്ള പണി ഞാൻ തുടങ്ങിട്ടാ. എന്താവുന്നു അടുത്ത പാർട്ടിൽ കണ്ടറിയാം. അങ്ങനെ ഗൈസ് പാർട്ട് 2 ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ പണി തുടങ്ങിയിട്ടാ. ഇതിന് പൂച്ചക്കുട്ടിയാണാവും പുലിക്കുട്ടിയാണാവും എന്താണെങ്കിലും ഇതിന് വേണ്ടി കണ്ണ് മൂക്ക് മീശ ഒക്കെ തപ്പാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങി. ഒരുവിധ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടാ. പുലിക്കുള്ള മീശ മാത്രം കിട്ടില്ല. അവര് ജൈത്തൂൻ എന്താണോ വെച്ചിട്ടുള്ളത് ലാസ്റ്റ് ഞാൻ ഇന്റെ ഐഡിയയിൽ കുറച്ച് മല്ലിച്ചപ്പ് എടുത്ത് വെച്ച്. ഇനി അടുത്ത മെയിൻ സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും മാറ്റി വെക്കണം. ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അത് ഫ്ലോപ്പ് ആയിട്ടാ. മഞ്ഞ പൊട്ടി. അപ്പോൾ പിന്നെ രണ്ടാമത് വീണ്ടും കോഴിമുട്ട എടുത്ത് അതിൻ്റെ മഞ്ഞ സക്സസ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റിയിട്ടാ. അപ്പോൾ ആ രണ്ട് വെള്ളയും കൂടിയിട്ട് ഉമ്മയുടെ പുതിയ നോൺ സ്റ്റിക്ക് ഫ്രൈ പാനിൽ ഒഴിച്ച്. ഉമ്മ ഇല്ലാത്ത കാരണം ഉമ്മയുടെ പുതിയ ഫ്രൈ പാനും സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടാ. തുള്ളി എണ്ണ പോലും യൂസ് ചെയ്യാണ്ടാണ് ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇട്ടാ. ഞാൻ മാറ്റി വെച്ച മഞ്ഞ നൈസായിട്ട് പൊട്ടാണ്ട് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഡെക്കറേഷൻ തുടങ്ങി. കണ്ണിനായിട്ട് 2 കുരുമുളകും മൂക്കിനായിട്ട് ഒരു കുഞ്ഞ പീസ് വെളുത്തുള്ളിയും വെച്ചിട്ട് ഫുള്ള് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തു ഗൈസ് ഇന്റേതായിട്ടുള്ള രീതിക്ക്. ഫുള്ളിൻ്റെ രസമായി വന്നപ്പോൾ എന്ത് രസമാണ് കാണാനാവും. എൻ്റെ മോ അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ടാ. ഇത് കണ്ടിരുന്നാൽ പോരല്ലോ, ഇത് ഇനി തിന്നണല്ല. അതിന് വേണ്ടി കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് വായ വെക്കാൻ പറ്റുന്ന രീതിക്ക് ആക്കിയെടുത്ത്. പിന്നെ കുഞ്ഞു മക്കളെ പറ്റിക്കാൻ അടിപൊളിയാട്ടാ. അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി. അവരുടെ മുന്നിൽ പിന്നെ നമ്മൾ സ്റ്റാറാണ് സ്റ്റാർ. അതായിട്ടൊരു പരീക്ഷണം നടത്തിയിട്ട് അത് സക്സസ് ആയ കാരണം അതിനെ ഒരുക്കി ഞാൻ ഇല്ലാണ്ടാക്കിയേക്കണേ. എപ്പോൾ തുടങ്ങിയ കുരുമുളക് ഉപ്പ് ഇടലാണ്. എവിടെയെങ്കിലും കട്ട പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നൈസായിട്ട് ഇട്ടത്. പിന്നെ അതിൻ്റെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടാ. എന്തിനാന്നറിയില്ല. അങ്ങനെ ഫോട്ടോ സെക്ഷനും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഇത് തിന്നണല്ല. അതിനായിട്ട് ഞാൻ ആ മഞ്ഞ ഒന്ന് മറിച്ചിട്ട്, ഇല്ലെങ്കിൽ കഴിക്കാനൊരു ജാതി എടുങ്ങറാണ്. അത് വേവാത്ത പോലെ തോന്നും. അങ്ങനെ നേരെ അത് കൊളാക്കി മടക്കി ചുരുട്ടി നേരെ വായ വെച്ച് ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.